ഹായ് ഒരുവൺ, നിങ്ങൾ നിങ്ങളുടെ നാക്ക് ഇതുവരെ നോക്കിയിട്ടുണ്ടോ? അപ്പം നാക്കിനെ സൂക്ഷിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് വെറും വാക്കല്ല, അത് വേറൊരു തരത്തിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അനുസരിച്ചിട്ട് നമുക്ക് നാക്കിൽ നോക്കിയിട്ട് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് കണ്ണാടിയിൽ നിങ്ങളുടെ നാക്കൊന്ന് പുറത്തോട്ടെടുത്ത് നോക്കുക, എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ നാക്ക് നോക്കിയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നാക്ക് നോക്കിയിട്ട് രോഗനിർണയം നടത്താൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാക്കിൻ്റെ കളേഴ്സ്, അതുപോലെ തന്നെ നാക്കിലെ ക്ലോട്ട്, പിന്നെ അതേപോലെ തന്നെ ഷേപ്പ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓവറോൾ ഹെൽത്ത്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസും നമ്മുടെ ഹോർമോൺ സെക്രേഷൻസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തരം തരത്തിലുള്ള നാക്കാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സെക്ഷൻസ് എടുക്കുക. അതേപോലെ തന്നെ ഒരു ബാലൻസിങ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന അക്യുപഞ്ചർ പോയിന്റ്സിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസിനൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ശമനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ പണ്ടൊക്കെ മോഡേൺ മെഡിസിൻസിലെ ഡോക്ടേഴ്സ് പോലും നമ്മളുടെ ടോർച്ച് നോക്കിയിട്ടൊക്കെ, നാക്ക് നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് നോക്കുന്നത്. പക്ഷെ അതൊരിക്കലും ടോർച്ച് നോക്കി നാക്ക് വൃത്തിയുണ്ടോ എന്നൊന്നും അല്ല നോക്കുന്നത്. അവരും നോക്കുന്നത് എന്ത് തന്നെയായിരുന്നു, ഈ ഡയഗ്നോസിസ് മെത്തേഡാണ്. അതായത് വൈറ്റൽ എനർജി, അതായത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫങ്ഷനിങ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ടങ്ക് കണ്ടോ, ഇതൊരു റെഡ് കളറിലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ടങ്കാണ്. പിന്നെ അതേപോലെ ചില ആൾക്കാർക്ക് കാണാം റെഡ് കളറിലാട്ടോ, അത് പെയിലല്ല, നല്ല റെഡ് കളർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇത് എക്സസീവ് ഹീറ്റ് ഇൻ ദ ബോഡി ഓർ കോമൺ സിംറ്റംസ് ഇൻക്ലൂഡിങ് ഇൻഫ്ലമേഷൻ, ഫീവർ ആൻഡ് മൈഗ്രെയിൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മൈഗ്രെയിനോ ഇൻഫ്ലമേഷനോ ഒക്കെ ഉണ്ടെങ്കിലാണ് അത്തരം തരത്തിൽ കാണാം. ചൂടി ഒരു പെയിൻ റെഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് കോൾഡ് ഇൻ ദ ബോഡി ഓർ കോമൺ സിംറ്റംസ് ഇൻക്ലൂഡിങ് ദ ബോഡി വീക്ക്നെസ്, ഫെറ്റീഗ് ഓർ അനീമിയ. ചില ആൾക്കാർക്ക് കാണാം പർപ്പിൾ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ടങ്ക് കാണാം. അങ്ങനെയുള്ളവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, അല്ലെങ്കിൽ ബോഡിയിൽ വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ബോഡിയിൽ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ സാധാരണ തന്നെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം തരത്തിലുള്ള ഈ പറയുന്ന നാക്കിൻ്റെ ഷേപ്പും അതേപോലെ നാക്കിൻ്റെ കളറും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓവറോൾ ഹെൽത്ത് എങ്ങനെയാണ് നമുക്കുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബിലോ നിങ്ങളുടെ നാക്ക് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.